കേരളത്തിന്റെ തീരമേഖലയാകെ മത്സ്യസമ്പത്ത് കുറഞ്ഞതിന്റെ ആശങ്കയിലാണ്. ചെറുമീനുകളെ പിടിക്കാൻ വിലക്കുണ്ടെങ്കിലും ടൺ കണക്കിന് ചെറുമീനുകളാണ് നമ്മുടെ ഹാർബറുകളിൽ എത്തുന്നത്. കൊല്ലം നീണ്ടകര ഫിഷിംഗ് ഹാർബറിൽ നിന്നുള്ള റിപ്പോർട്ട്. കടലിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ് ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ. കടലമ്മ കനിഞ്ഞാൽ മാത്രമേ കരയിൽ ആരവമുയരൂ. ആയിരക്കണക്കിന് ബോട്ടുകളും വള്ളങ്ങളും ദിവസേന അടുക്കുന്ന നീണ്ടകര ഫിഷിംഗ് ഹാർബർ പുലർച്ചെ മുതൽ സജീവമാണ്. എന്നാൽ മത്സ്യത്തൊഴിലാളി മുഖങ്ങളിൽ പഴയ സന്തോഷം കാണാനായില്ല. കാരണം തിരക്കിയപ്പോൾ മത്സ്യമേഖലയിൽ നിന്നുള്ള പ്രതികരണം ഇങ്ങനെയായിരുന്നു. ദൂരയില്ല, ദൂരയ്ക്ക് 50 രൂപ 100 രൂപയ്ക്ക് കിടന്ന് ദൂരയ്ക്കൊക്കെ 500 1000 രൂപ വില. അതിനൊന്നും മീനില്ലാത്തതുകൊണ്ടാണ്. ഒരു പണിയും ഇല്ല. പിന്നെ പട്ടണിയിലായി. കടപ്പുറ പണിക്കാരെല്ലാം പട്ടണിയിൽ കിടക്കുക. നിശ്ചിത വലിപ്പത്തിൽ താഴെയുള്ള മത്സ്യങ്ങളെ പിടിക്കരുതെന്ന് സർക്കാരും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും നിർദ്ദേശിച്ചിട്ടും ചെറുമീനുകളെ പിടിച്ച് വളം ലോബികൾക്ക് കൈമാറുന്നത് നിർബാധം തുടരുന്നതായി മത്സ്യത്തൊഴിലാളികൾ. മുൻകാലങ്ങളിൽ എന്ന് പറയുമ്പോൾ നല്ല മത്സ്യങ്ങൾ എടുത്തിട്ട് ഈ വേസ്റ്റ് മത്സ്യങ്ങൾ കളയുകയാണ് ചെയ്യുന്നത്. ഇത് വേസ്റ്റ് മത്സ്യം കളയുന്നില്ല. 10 രൂപ അല്ലെ 25 രൂപ 30 രൂപയ്ക്കകത്തുള്ള വിലയ്ക്ക് ഈ വേസ്റ്റ് മത്സ്യം കൊണ്ടുവന്ന് വലിയ വലിയ ലോബികൾക്ക് കൊടുക്കുന്നു. കിട്ടുന്ന കംപ്ലീറ്റ് മത്സ്യങ്ങളും അവർ വിലയെ കയറ്റി കൊണ്ടുവരിക. ഇത് വളമെന്നുള്ള രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് ഈ നാടിനെ നശിപ്പിക്കുകയാണ്. നാടിനെ മാത്രമല്ല, ആ ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളെ അവരുടെ വയറ്റിലടിക്കുകയാണ്. സർക്കാർ ഉത്തരവ് പ്രകാരം മത്തി, അയില, ചൂര, പാമ്പാട, കിളിമീൻ, കോര, കടൽക്കൊഞ്ച്, പരവ തുടങ്ങിയ 58 ഇനം മത്സ്യക്കുഞ്ഞുങ്ങളെ പിടിക്കുന്നത് കുറ്റകരമാണ്. അവരുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങുന്ന ഒരു സംഘം തന്നെയുണ്ട്. അത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ട്രേഡ് നടത്തുന്നവരാണ്. ഈ ചെറുമീനുകളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് തള്ളമീനുകളുടെ കുറവുണ്ടാകും. ശരിക്കും ശാസ്ത്രീയമായിട്ട് നോക്കിയാൽ തള്ളമീനുകൾ എപ്പോഴും സ്പോണിങ്ങിന് വേണ്ടി 50% കടലിലുണ്ടായിരിക്കണം. ഈ ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധനം എന്ന ഒരു സംഗതി, അത് FAO 1955 കൊണ്ടുവന്ന ഒരു സജഷനാണ്, ശരിക്കും നിയമമല്ല. അത് നമുക്ക് പരിപാലിക്കാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ കുറേശ്ശെയായിട്ട് ഇത് മാറ്റാൻ. കേരളത്തിലെ ഹാർബറുകളിൽ നിന്ന് ദിവസേന ടൺ കണക്കിന് ചെറു മത്സ്യങ്ങളെയാണ് ഇതര സംസ്ഥാനങ്ങളിലെ വളനിർമ്മാണ കേന്ദ്രത്തിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും മത്സ്യലഭ്യത കുറവിന് മറ്റൊരു കാരണമായി വിദഗ്ധർ വിലയിരുത്തുന്നു.